ഹലോ ഫ്രണ്ട്സ്, ബാംഗ്ലൂർ തട്ടോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ കൂടെ എൻ്റെ മകനുണ്ട്, കിച്ചു, ഋതുകൃഷ്ണ. ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോൻ്റെ അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ കുട്ടിക്കാലത്തുള്ള ഏറ്റവും കൂടുതലായിട്ട് കഴിച്ചൊരു ബിസ്ക്കറ്റ് ഉണ്ടാവും. ഈ മുട്ട ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പൊട്ട് പോലെയുള്ള ബിസ്ക്കറ്റ്, മുട്ട ബിസ്ക്കറ്റ്. എന്താ പറയുക, വിരുന്നുകാരെല്ലാം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് അതായിരിക്കും കൊണ്ടുവരും. അതില്ലാണ്ട് ഉണ്ടാവില്ല, ഒരു പാക്കറ്റ് അതില്ലാണ്ട് ഉണ്ടാവില്ല. അതുപോലെ ഇന്നത്തെ കുട്ടികൾക്ക് കാണാത്തതുകൊണ്ടാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് തന്നെയാണ് ഈ മുട്ട ബിസ്ക്കറ്റ്. അപ്പോൾ നമുക്ക് മുട്ട ബിസ്ക്കറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ മുട്ട ബിസ്ക്കറ്റിനായിട്ട് ഇവിടെ 2 മുട്ട ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മുട്ടയാണ് നമുക്ക് മുട്ട ബിസ്ക്കറ്റിന് വേണ്ടത്. 2 മുട്ടയാണ്. ആ 2 മുട്ട ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് മൈദ ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അത് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ കുറച്ച് മാത്രം മൈദ ഇടലാണ്. 1/2 ടീസ്പൂൺ വാനില എസൻസ്, 2 ടീസ്പൂൺ നെയ്യ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ഡ്രോപ്പ് ഫുഡ് കളർ. ഇത് ഫുഡ് കളർ നിങ്ങൾ ലിക്വിഡ് ആയിട്ടാണെങ്കിൽ 1 ഡ്രോപ്പ്, അല്ലെങ്കിൽ പൗഡർ രൂപത്തിലാണെങ്കിൽ 1 പിഞ്ച്. അത് കളർ ആകാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുന്നിലായിട്ട് ഒരു പാത്രം നമ്മളെ ലോ ഫ്ലെയിമിൽ ഒരു സ്റ്റൗവിൽ വെക്കണം. ഞാനിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ ഈ പാത്രം റെഡിയാക്കി വെച്ചിരിക്കണം. കാരണം ഇതിൻ്റെ അകത്താണ് നമ്മുടെ ബിസ്ക്കറ്റ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. നോൺ സ്റ്റിക്ക് അല്ലാതെ വേറെ ഏത് പാത്രമായാലും കുഴപ്പമില്ല. നല്ല അടച്ച് വെക്കാൻ പറ്റുന്ന ഒരു പാത്രം ആയിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു പാത്രം സ്റ്റൗവിൽ ഒരു 10 മിനിറ്റ് മുന്നേ ലോ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ വെക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ സാധാരണ ഒരു കവറായാലും കുഴപ്പമില്ല. സാധാരണ ഒരു കവർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് ചെറിയൊരു കട്ടിടുക. ചെറിയൊരു ഹോൾസ് പോലെ ഇതായിട്ട് ഇട്ടാൽ മതി. സാധാരണ കവറായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം എനിക്കിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസ്സിൽ നന്നായിട്ട് ഇറക്കി വെക്കുക. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് ബിസ്ക്കറ്റിൻ്റെ ആ ഒരു മിക്സ് ഇതിൻ്റെ അകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ നിന്ന് പുറത്തെടുത്ത് എത്തിക്കുക. ഈ ഒരു ചെറിയൊരു ഹോളിലൂടെ ഇതിൻ്റെ ഈ മിക്സ് പുറത്ത് വരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഈ ഹോൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത്ര വലുതായി പോകരുത്. ഒരു പാത്രം എടുക്കുക. അതായത് നിങ്ങൾ ഏത് പാത്രമാണോ ഇപ്പോൾ സ്റ്റൗവിൽ 10 മിനിറ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞു 10 മിനിറ്റ് പാത്രം സ്റ്റൗവിൽ വെക്കണം. ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വേറൊരു പാത്രം എടുക്കുക. ആ പാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ ഇല്ലാത്തവർ ഓയിൽ ആക്കിയാലും മതി. ഓയിൽ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ തന്നെ ഓയിലാക്കുക. അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെക്കുക. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ ഈ കോട്ട് ഇതിൻ്റെ മുകളിൽ ഒരു റൗണ്ട് പോലെ ആക്കി കൊടുക്കാം. ഇതിന് ഇനി ഒരു 18 മുതൽ 22 മിനിറ്റ് വരെയാണ് വേണ്ടത്. നിങ്ങൾ ടൈം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൈം കൃത്യമായിട്ട് നോക്കണം. ഒന്നുകിൽ അലാറം സെറ്റ് ചെയ്യാലോ എന്തെങ്കിലും വേണം. കാരണം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കിനി ഒരു 18 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇപ്പോൾ ഒരു 18 മിനിറ്റോളം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കുറച്ചൊന്ന് പരന്നതുപോലെ ആയിട്ടുണ്ട് ബിസ്ക്കറ്റുകളിൽ. അപ്പോൾ ആ ഒരു സ്പേസ് നിങ്ങൾ എന്തായാലും വിടണം. ഓക്കെ, ഇനി നമുക്കിത് പുറത്തെടുക്കാം.
അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബിസ്ക്കറ്റ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് വളരെ ചെറിയ രീതിയിലാണ് ഞാനിവിടെ ആക്കിയത്. അപ്പോൾ പൊട്ടിക്കാൻ ഓക്കെ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ പെർഫെക്റ്റിൽ, അതിലൊരു മാറ്റവും ഇല്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നല്ല പെർഫെക്റ്റിൽ തന്നെ ഇതായിട്ടുണ്ട്. അപ്പോൾ വീടുകളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. കാരണം ഇപ്പം കടയിലധികം ഈ ബിസ്ക്കറ്റ് കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. ചെറിയ ബിസ്ക്കറ്റ് ആയിട്ട് കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. അപ്പം ബിസ്ക്കറ്റുകളെല്ലാം സൂപ്പറായിട്ട് വന്ന് ഞാൻ 2-3 പ്രാവശ്യം വെച്ചു. എന്നിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യത്തെയും. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ശരിക്കും ഇത് നൊസ്റ്റു അടിപ്പിക്കുന്ന ഒരു ബിസ്ക്കറ്റാണ്. പണ്ടെല്ലാം വീടുകളിൽ ഏറ്റവും കൂടുതലായിട്ട് കൊണ്ടുവരുന്ന ബിസ്ക്കറ്റും കൂടിയായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുമെന്ന് തോന്നുന്നു. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ബൈ.